പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കളിക്കാൻ അറിയണം. അത് വളരെ പവർഫുള്ളായി കളിക്കാൻ അറിയണം. ആ കളി കോൺഗ്രസ് ഇതുവരെ പഠിച്ചിട്ടില്ല. ഈ നേതൃത്വത്തിന് കീഴിൽ അത് വളരെ ദുർബലമാണ്. നോക്കൂ, മധ്യപ്രദേശിൽ വരുന്ന ജൂൺ 18 രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. 3 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ 2 സീറ്റ് BJPക്ക് പോവും, 1 സീറ്റ് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. സ്വാഭാവികമായിട്ടും കിട്ടേണ്ടത് അവിടുത്തെ അസംബ്ലിയിലെ കക്ഷി നില അനുസരിച്ച് കിട്ടേണ്ട 66 സീറ്റെങ്ങാനും മധ്യപ്രദേശിലുണ്ട്, അത് കിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ 3ാമത്തെ സീറ്റിലേക്ക് ഒരു BJP സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ്. എന്താ കാര്യം? ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു സമ്പൂർണ്ണമായ പിന്തുണയില്ല കോൺഗ്രസിനകത്ത്. ചിലപ്പോൾ കൂറുമാറിയ ആളുകൾ വോട്ട് ചെയ്തേക്കാം. ഇപ്പോൾ അവർ ജയിച്ചില്ലെങ്കിൽ പോലും ഇതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ വിജയമാണെന്നാണ് അവർ പറയുന്നത്, BJPയുടെ ആളുകൾ. 2 സീറ്റ് അവർക്ക് ഓൾറെഡി കിട്ടും. 3ാമത്തെ സീറ്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും കഴിയുന്നു. അത് അവിടെ സംഭവിക്കുന്നു. രാജസ്ഥാനിൽ. ഇനി മധ്യപ്രദേശിൽ രാജസ്ഥാനിലേക്ക് വന്നാലോ? രാജസ്ഥാനിൽ കുറേ കാലമായിട്ട് ഇവർ ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭരണത്തിലുള്ളപ്പോഴായിരുന്നു ആ പ്രശ്നം മുഴുവൻ. ഭരണത്തിൽ നിന്ന് പോയി ഇപ്പോൾ സച്ചിൻ പൈലറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അവിടെ കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഗെഹ്ലോട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഗെഹ്ലോട്ട് അത് ഈ 2020-ലും 2022-ലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ റിവോൾട്ടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, അത് എന്താണ്, അതുമൂലം ഉണ്ടായിട്ടുള്ള നഷ്ടം എന്താണെന്നുള്ളത് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക, പ്രസംഗിക്കുക, ഈ സാധനങ്ങൾ ഗെഹ്ലോട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. ഇവർ തമ്മിലുള്ള ഒരു പവർ ഫൈറ്റ് ഈ സംഗതിയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുക, ഇതിൻ്റെ മുതലെടുപ്പാണ് യഥാർത്ഥത്തിൽ BJP രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ സ്വന്തം തട്ടകങ്ങളിൽ കോൺഗ്രസ്സിന് ഇത്രയും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ദേശീയ തലത്തിൽ വെറുതെ ഒരു ഐഡിയയുടെ പിൻബലത്തിൽ മാത്രം ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കളിക്കാൻ അറിയണം. അത് വളരെ പവർഫുള്ളായി കളിക്കാൻ അറിയണം. ആ കളി കോൺഗ്രസ് ഇതുവരെ പഠിച്ചിട്ടില്ല. ഈ നേതൃത്വത്തിന് കീഴിൽ അത് വളരെ ദുർബലമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെ ദുർബലമാണെന്ന്. ഈ കളിയിൽ ഈ രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുക എന്ന് പറയുന്ന ആ കളിയിൽ. അതിനിടയിലാണ് ഇപ്പോൾ മമതാ ബാനർജി അവിടെ തോറ്റു തുന്നമ്പാടിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ഉൾപാർട്ടി പോരാട്ടം, ഈ പറയുന്ന ഫൈറ്റ്, ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ വളരെ ദുർബലമായി കഴിഞ്ഞപ്പോഴാണ് അവരിപ്പോൾ ഇവിടെ വന്നിരുന്നത്, അല്ലേ, ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നിരുന്നത്. അപ്പോൾ ഇത് വേറെ വഴിയില്ലാതെ ഒരു കൂടിയിരിപ്പായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്.